نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس أوصيكم وإياي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم. ഏറെ സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ചും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചും തഖ്വ ഉള്ളവരായി ജീവിക്കണമെന്നാദ്യം സ്വന്തത്തോടും പിന്നെ നിങ്ങളെല്ലാവരോടും വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മയെല്ലാം അവനിഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്നത്തെ കാലത്ത് മാനം മര്യാദക്ക് അല്പം അന്തസ്സോടുകൂടി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കുറച്ചൊക്കെ മാന്യതയോടും സദാചാര ബോധത്തോടും ജീവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് വലിയ ഭാഗ്യമാണ്. മനുഷ്യന്റെ ശത്രുവായ പിശാച് നിരന്തരമായി മനുഷ്യരോട് കൽപ്പിക്കുന്നത് നീചവും നികൃഷ്ടവുമായ കാര്യങ്ങൾ ചെയ്യാനാണ്. ആ പിശാചിന്റെ പ്രലോഭനത്തിന്റെ മുമ്പിലും അല്പമൊക്കെ പരിശുദ്ധി പുലർത്തി ജീവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം. ഈ ഖുത്ബയുടെ തുടക്കത്തിൽ ഓതി വെച്ചത് സൂറത്തു നൂറിലെ 21-ാമത്തെ ആയത്താണ്. അല്ലാഹു തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, നിങ്ങൾ ചെകുത്താന്റെ കാൽപ്പാടുകൾ പിന്തുടരാതിരിക്കുവീൻ. വമൻ യത്തബിഉ ഖുതുവാതി ശൈത്വാൻ,
ചെകുത്താന്റെ കാൽപ്പാടുകൾ പിന്തുടരുന്നവരോട് ഫഇന്നഹു യഅ്മുർ, അവൻ കൽപ്പിക്കുന്നത് അൽ ഫഹ്ശാഇ വൽ മുൻകർ, ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, അവൻ കൽപ്പിക്കുന്നത് നീചവും നികൃഷ്ടവുമായ കാര്യങ്ങൾ ചെയ്യാനാണ്. എന്നാൽ നിങ്ങൾ അറിയണം, വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, നിങ്ങളുടെ മേലെങ്ങാനും അള്ളാഹുവിൻ്റെ ഫളിൽ അനുഗ്രഹവും അവൻ്റെ റഹ്മത്തായ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദ, നിങ്ങളിൽ ഒരാളും ഒരിക്കലും പരിശുദ്ധി പ്രാപിക്കുമായിരുന്നില്ല. നമുക്ക് അല്പമൊക്കെ മാന്യത ഉണ്ട് എങ്കിൽ, അല്പമൊക്കെ സദാചാര ബോധവും പരിശുദ്ധിയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ അതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ അനുഗ്രഹവുമാണ്. വലാകിന്നല്ലാഹ യുസ്സക്കി മൻ യശാ, എന്നാൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ പരിശുദ്ധരാക്കുകയാണ്, സംസ്കൃതരാക്കുകയാണ്. നന്മയും തിന്മയും വേർതിരിക്കാൻ അള്ളാഹു സഹായിക്കുന്നു. അള്ളാഹ് കാട്ടിക്കൊടുക്കുക എങ്ങനെ ജീവിക്കണമെന്ന്. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. പറയുന്നവന്റെ വാക്ക്, പറയുന്നവന്റെ മനസ്സ്, അവന്റെ ചിന്ത, അവന്റെ നിലപാട് കൃത്യമായി അള്ളാഹുവിനറിയാം. അതുകൊണ്ട് നമുക്കൊക്കെ അല്പമൊക്കെ മാന്യതയോടെ ജീവിക്കാൻ സാധിക്കുന്നത്. നമ്മളറിയണം, നമ്മെ ദുഷിപ്പിക്കുന്ന തിന്മകൾ സമൂഹത്തിൽ വ്യാപകമാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ, അതിനെ പ്രതിരോധിക്കാനുള്ള, അതിനെതിരെ ശബ്ദിക്കാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന ലൈംഗിക അരാജകത്വം സാർവത്രികമാകുമ്പോൾ, അതൊക്കെ പറഞ്ഞാൽ പലർക്കും പുരോഗമന ചിന്തയുടെ ഭാഗമാണ് ലൈംഗിക അരാജകത്വം എന്നൊക്കെ പറഞ്ഞാൽ. അതിൽ യാതൊരു പുരോഗമനവും ഇല്ല, അതിലൊരു സംസ്കാരവും ഇല്ല, അത് സംസ്കാര ശൂന്യത മാത്രമാണ്. നിങ്ങൾ അറിയണം, മറിയം റളിയല്ലാഹു തആല അൻഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ഒരു ഉദാഹരണം എന്ന നിലക്ക് എടുത്തു കാണിച്ച വനിതയാണ്. അവരുടെ പ്രത്യേകത എന്താ? വമറിയം ഇബ്നത ഇമ്രാൻ അല്ലത്തി അഹ്സനത് ഫർജഹ, അതാ മറിയം ബീവിയുടെ പ്രത്യേകത. ഇമ്രാനിന്റെ പുത്രി മറിയം ചാരിത്രശുദ്ധിക്ക് ഏറ്റവും വലിയ വില കൽപ്പിച്ചവരായിരുന്നു. തന്റെ ഗുഹ്യസ്ഥാനത്തെ കാത്തു സൂക്ഷിച്ചവരായിരുന്നു മറിയം എന്ന് അല്ലാഹു പറയുകയാണ്. അത് വലിയ അർത്ഥതലങ്ങളുള്ള ഒരു പ്രയോഗമാണ്. ഈസാ അലൈഹിസ്സലാം ജനിച്ചത് പിതാവില്ലാതെ മാതാവിയായ മറിയമിന്റെ വയറിൽ ഗർഭം ചുമന്ന് പ്രസവിക്കപ്പെട്ടതാണ്. ഈസാ അലൈഹിസ്സലാം പാപത്തിന്റെ സന്തതിയാണ് എന്ന ജൂതന്മാർ ആരോപിച്ചത്. ജാരസന്തതിയാണെന്നാണ്. ജൂതന്മാരുടെ ആരോപണത്തെ അള്ളാഹു ഖണ്ഡിക്കുന്നു. മറിയം ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിച്ചു, തന്റെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ട് ഈസ ജാരസന്തതിയാണെന്ന് ഇനി ആരും പറയണ്ട. നിങ്ങൾ നോക്കൂ, ബൈത്തുൽ മുഖദ്ദസിൽ മസ്ജിദുൽ അഖ്സക്ക് സമീപത്ത് ഒരു തിരശ്ശീലയുണ്ടാക്കി, മറയുണ്ടാക്കി, അതിൽ വിശ്രമിക്കുന്നു മറിയം അലൈഹിസ്സലാം. അവിടെ മനുഷ്യന്റെ രൂപത്തിൽ കടന്നു വരുന്നു മലക്ക്. അല്ലാഹുവിന്റെ ഭയം. തൊട്ട് മുമ്പിൽ ഒരു മനുഷ്യനെ കണ്ടപ്പോ, ഒരാണിനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ ഭയം. അവർ പറഞ്ഞുപോയി. മലക്ക് പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, നിനക്ക് വിശുദ്ധനായ ഒരു പുത്രന് നൽകാനാ ഞാൻ വന്നത്. മറിയം ഞെട്ടിപ്പോയി. ചോദിക്കുക, അന്നാ യകൂനു ലി ഗുലാം, എനിക്കെങ്ങനെ ഒരു കുഞ്ഞുണ്ടാകും? വലം യംസസ്നി ബശർ, ഒരാണും എന്നെ തൊട്ടിട്ടില്ലല്ലോ എന്ന് മാത്രമല്ല,
വലം അക്കു ബഗയ്യ, എന്റെ ശരീരത്തിൽ ഒരാണിനെ തൊടാൻ ഞാൻ അനുവദിക്കുകയുമില്ല, ഞാൻ ദുർനടപ്പുകാരിയല്ല എന്ന് മലക്കിന്റെ മുമ്പിൽ പറയുന്ന മറിയം അലൈഹിസ്സലാം. നമ്മുടെ പെൺകുട്ടികൾ പറയേണ്ട വാക്കാണത്. നമ്മുടെ പെൺകുട്ടികൾ അവസരമെന്തുമാകട്ടെ, പ്രലോഭനമെന്തുമാകട്ടെ, അന്തസ്സും ആത്മാഭിമാനവും ചാരിത്രവും ആരുടെ മുമ്പിലും മടിയറ വക്കില്ല എന്ന് പറയാൻ മറിയം അലൈഹിസ്സലാമിനെ അവരെ വിശ്വാസികൾ മാതൃകയാക്കണമെന്ന് അല്ലാഹുവ പറഞ്ഞത്. ആ മറിയമിനെ മാതൃകയാക്കുന്ന സഹോദരിമാർ എങ്ങനെ ചാരിത്രവും അന്തസ്സും ആത്മാഭിമാനവും അടിയറ വെക്കും? നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി മുസ്ലിം പെണ്ണെ, ഏത് പെൺകുട്ടിയാവട്ടെ, മറ്റുള്ളവന്റെ മുമ്പിൽ ഉരിയാനുള്ളതല്ല നിന്റെ വസ്ത്രം എന്ന് നമുക്ക് പറയാം. താൽക്കാലികമായ നേട്ടത്തിന്റെ വേണ്ടി മറ്റുള്ളവനോടൊപ്പം പങ്കിടാനുള്ളതുമല്ല നിന്റെ ശരീരം എന്ന് പറയാൻ മറിയം അലൈഹിസ്സലാമിന്റെ ഈ തീരുമാനം കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറക്കണം പെൺകുട്ടികൾ, മറച്ചേ മതിയാവും. മറക്കേണ്ട വിധം മറക്കണം. ഒരു സ്ത്രീ തന്റെ ശരീരത്തിന്റെ ആകാര വടിവ് പ്രകടമാകാത്ത വിധം വസ്ത്രം ധരിക്കണം. ഉള്ളിലുള്ളത് നേലിച്ച് കാണാത്ത വിധം ധരിക്കണം. നോക്കുന്നവന്റെ കാമാസക്തി ഉത്തേജിപ്പിക്കും വിധമുള്ള വസ്ത്രം ഒരു പെൺകുട്ടിയും ധരിക്കാൻ പാടില്ല. അത് പെൺകുട്ടിയുടെ ബാധ്യതയ ഉത്തരവാദിത്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, എത്ര വനിതകളെ ധരിച്ചിട്ടും നഗ്നരായി ജീവിക്കുന്നവർ. വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്, ധരിച്ചിട്ടും നഗ്നരാണവർ, ധരിച്ചിട്ടും നഗ്നർ. ഉടുക്കുന്നു, ഉടുത്ത പ്രതീതി ഉണ്ടാകുന്നില്ല. മായിലാത്തുൻ മുമീലാത്തുൻ, ആടിക്കുഴഞ്ഞും കൊഞ്ചിക്കുഴഞ്ഞും നടക്കുന്ന സഹോദരിമാർ അവരറിയുന്നുണ്ടോ അവർക്ക് സ്വർഗപ്രവേശനമില്ല എന്ന്? അല്ല. വല യജ്ദിന റീഹഹ, സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ അവകാശമില്ലാത്ത വിഭാഗമാണ് ധരിച്ചിട്ടും നഗ്നരായി ജീവിക്കുന്ന ഈ സമൂഹമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഖലോലുപതയെക്കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാടുള്ള ആളുകൾ, പരിഷ്കൃത സമൂഹം, അവർ ആദ്യമായി കൈവച്ചത് സ്ത്രീയുടെ വസ്ത്രത്തിലാണ്. പിന്നെ ഉളുപ്പങ്ങ് പോകും. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത്? മാദകമായ വസ്ത്രധാരണം, അവരുടെ ചേഷ്ടകൾ അല്ലേ? അർദ്ധനഗ്നരായി പൂർണ്ണനഗ്നരായി ജീവിക്കുന്ന സ്ത്രീകൾ. VR കൃഷ്ണയ്യർ ഒരിക്കൽ പറഞ്ഞു, യഥാർത്ഥത്തിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് പുരുഷൻ ഒരു ഉന്മാദാവസ്ഥയിലാകുമ്പോഴാണ്. ആ വിധത്തിലാ വസ്ത്രധാരണം. പിന്നെ ഉളുപ്പുണ്ടാകില്ല. ഉളുപ്പ് എന്ന് പറഞ്ഞാൽ, ലജ്ജ എന്ന് പറഞ്ഞാൽ നാണം ഇസ്ലാം ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒന്നാണ്. അത് ഈമാനിന്റെ ഭാഗമാണ്. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ ഈമാനാണ്, അത് ഈമാനിന്റെ ഭാഗമാണ്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹം തൻ്റെ സുനനിൽ ജിഹാദ് എന്ന ഒരു അധ്യായത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു സ്ത്രീയെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. സഹാബ വനിതയാണ് അവർ. പേര് ഉമ്മു ഖല്ലാദ് എന്നാണ്. ഉമ്മു ഖല്ലാദ്. ആ സഹോദരി ഒരു ദിവസം അറിയുന്നു തൻ്റെ മകൻ രക്തസാക്ഷിയായി എന്ന്. വിവരം അന്വേഷിക്കാൻ വേണ്ടി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുന്നു. ആ വരവെങ്ങനെയാണ്? നെഞ്ചത്തടിച്ച് അട്ടഹസിച്ച് വസ്ത്രം ശ്രദ്ധിക്കാതെ ഉള്ള വരവല്ല, പൂർണ്ണമായി മറച്ച് മുഖാവരണം ധരിച്ച് തലയും കഴുത്തും മാറിവിടവും ഒക്കെ മറക്കും വിധത്തിൽ മാന്യമായി വസ്ത്രം ധരിച്ചാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഈ വിധം വസ്ത്രം ധരിച്ച് വന്ന സഹോദരിയെ നോക്കി സഹാബികൾ പറഞ്ഞു, ഈ സന്ദർഭത്തിലും ഇങ്ങനെ മാന്യമായി വസ്ത്രം ധരിച്ചു വരാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? എന്തുകൊണ്ടാ? പലപ്പോഴും
മകനൊക്കെ മരണപ്പെട്ടു എന്ന് കേട്ടാൽ ആർക്കാ ശരീരത്തിന്റെ കാര്യത്തിൽ, വസ്ത്രത്തിന്റെ കാര്യത്തിലൊക്കെ ഇത്ര പരിഗണന, ശ്രദ്ധ ഉണ്ടാവുക? ആ സന്ദർഭത്തിൽ ഉമ്മു ഖല്ലാദ് അവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ സ്വഹാബത്തിനെയും ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, മറന്നു പോകരുത്. അത് എന്നാണ് ആ വാക്ക്. എനിക്കെന്റെ മകനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കെന്റെ നാണം നഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന ഉമ്മു ഖല്ലാദ് റളിയല്ലാഹു തആല അൻഹ. അത് പോയാൽ എല്ലാം പോയി. നാണം പോയാൽ പിന്നെ എല്ലാം പോയി. നാണമില്ലാതെ മാദക രീതിയിൽ വസ്ത്രം ധരിക്കുമ്പോഴാ സ്ത്രീ പുരുഷനാൽ കൊത്തി വലിക്കപ്പെടുന്നത് നമ്മൾ കണ്ടില്ല. ഇപ്പോ എത്ര ബിംബങ്ങളാ വീണുടയുന്നത്, എത്ര ബിംബങ്ങളാ ജയിലടികൾ എണ്ണാൻ പോകുന്നത്. കാസ്റ്റിംഗ് കൗച്ച്, ഒരവസരത്തിന് വേണ്ടി ശരീരം പങ്കിടുന്ന അവസ്ഥ. അതുണ്ടായത് അമേരിക്കയിൽ, അവിടെ അത് നിയമവിരുദ്ധമാണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും, നമ്മുടെ സംസ്ഥാനത്ത് പോലും കാസ്റ്റിംഗ് കൗച്ച്, ഒരവസരം കൊടുക്കുമ്പോൾ ശരീരം പങ്കിടുന്ന ഈ വൃത്തികെട്ട സമീപനം, അതിനെക്കുറിച്ച് കോടതി പോലും പറയുന്നില്ല. ഹേമ കമ്മിറ്റിയാ പറഞ്ഞത്. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് വളരെ വ്യാപകമാണ്, വളരെ കൂടുതലാണ്. പെൺകുട്ടികൾ വസ്ത്രം കാരണം കൊത്തിവലിക്കപ്പെട്ടു പോകരുത്. അതേ സന്ദർഭത്തിൽ തന്നെ പുരുഷനെ ഈക്കിളിപ്പെടുത്തും വിധം സ്ത്രീ വസ്ത്രം ധരിക്കാനും പാടില്ല. അത് ഏറ്റവും പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, യാ അയ്യുഹൻ നബി, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട്, പെൺമക്കളോട്, മുഅ്മിനീങ്ങളിൽപ്പെട്ട സ്ത്രീകളോട് പറയണം. എന്ത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ വസ്ത്രങ്ങൾ, മുഖാവരണം അതവരുടെ മാറിന് മേൽ താഴ്ത്തിയിടട്ടെ. നോക്കുന്നവർക്ക് കൗതുകമുണ്ടാക്കുന്ന, നോക്കുന്നവരെ ഇക്കിളിപ്പെടുത്തുന്ന തലയും കഴുത്തും മാറിവിടങ്ങളുമൊക്കെ മറയും വിധത്തിലുള്ള വസ്ത്രം. അള്ളാഹുവിന്റെ ദൂതരെ, നിങ്ങളുടെ ഭാര്യമാരും മക്കളും, നിങ്ങളിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ സമുദായത്തിലെ മുസ്ലിം സഹോദരിമാരും അത് ജീവിതത്തിൽ കൊണ്ടുവരട്ടെ. എന്തുകൊണ്ട്? അതിന, അതാണ് ഏറ്റവും ഉത്തമമായ മാർഗം. എന്തിന്? പെൺകുട്ടി മാന്യയാണ് എന്ന് തിരിച്ചറിയുവാനും അവൾ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും സ്ത്രീ സുരക്ഷയാണ് പ്രാധാന്യം. സ്ത്രീ സുരക്ഷയാണ് പ്രാധാന്യം. പെൺകുട്ടി ഒരിടത്തും ആക്രമിക്കപ്പെട്ടുകൂടാ. ഒരു നോട്ടം പോലും അനാവശ്യമായി ഒരു പെണ്ണിനെ നോക്കാൻ പാടില്ല. അല്ലാഹു കൃത്യമായി പറഞ്ഞത്, മുഅ്മിനീങ്ങളോട് പറയണം നബിയെ, യഗ്ളൂ മിൻ അബ്സ്വാരിഹിം, ദൃഷ്ടി താഴ്ത്തി നടത്തണമെന്ന്. ചിലപ്പോ കണ്ണിനെ നിയന്ത്രിക്കണം എന്ന് മാത്രമല്ല, കണ്ണിനെ നിയന്ത്രിച്ചാൽ മാത്രം പോരാ, ഗുഹ്യസ്ഥാനങ്ങളെ കാത്തു സൂക്ഷിക്കുകയും വേണം. അള്ളാഹുവിന്റെ റസൂൽ അവിടത്തെ ജമാദാബായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാ, യാ അലി ലാ തസ്ബഇൻ നളറതൻ നളറ. സ്വന്തം ഭാര്യയെ നോക്കും പോലെ, മഹറമായ മറ്റു സ്ത്രീകളെ നോക്കും പോലെ നീ അന്യ സ്ത്രീയെ നോക്കരുത്, സൂക്ഷിച്ച് നോക്കരുത്. فإن لك الأولى وليست لك الآخرة. ഒന്നാമത്തെ നോട്ടം യാദൃശ്ചികമായി ജുവ കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു സ്ത്രീ പാസ് ചെയ്യുന്നു, നോക്കിപ്പോയി. ഫൈനലക്കൽ ഊല, അത് നിനക്കുള്ളതാണ്, നോക്കാം. പക്ഷേ വീണ്ടും വീണ്ടും നീ നോക്കരുത്. ആ നോട്ടം, ആ കുഴപ്പം, അത് പിശാചിന്റെ വിഷലിപ്തമായ അമ്പുകളിൽപ്പെട്ട ഒരു നോട്ടമാണ്. അത് കുഴപ്പമുണ്ടാക്കും. ആ നോട്ടം പാടില്ല. എന്ന് മാത്രമല്ല, മൻ തറക്കഹ മഖാഫതി, അവിധത്തിലുള്ള ഒരു നോട്ടം എന്നെ ഭയന്ന് ആരെങ്കിലും വർജിക്കുന്നുവെങ്കിൽ, അല്ലാഹു പറയാ, നോക്കണമെന്ന ആഗ്രഹം ഒരു സ്ത്രീയെ, അവളെ കണ്ടപ്പോ, അവളുടെ ആകാരവടിവ് കണ്ടപ്പോ, അവളുടെ സൗന്ദര്യം കണ്ടപ്പോ, എന്നാൽ എന്നെ ഭയന്ന് ആ നോട്ടം വർജിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അബ്ദൽതുഹു ഈമാനൻ,
അവന് ഞാൻ പകരം കൊടുക്കുക ഈമാനാണ്, നല്ല വിശ്വാസമാണ്. യജിദു ഹലാവതഹു ഫീ ഖൽബിഹി, അതിന്റെ മാധുര്യം അവൻ ഹൃദയത്തിൽ അനുഭവിക്കാൻ സാധിക്കും. ആ ഈമാനിന്റെ മാധുര്യം അവൻ അനുഭവിക്കാൻ സാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോട്ടം മാത്രമല്ല, മനുഷ്യൻ അവന്റെ ഏറെക്കുറെ എല്ലാ അവയവങ്ങൾ കൊണ്ടും സിന ചെയ്യുന്നു എന്ന നോട്ടം കണ്ണിൻ്റെതാകുമ്പോൾ ശൃംഗാര വാക്കുകൾ നാവിൻ്റെതാണ്, ശബ്ദം കേട്ട് നുകരുന്നത് അത് ചെവിയുടേത് സിനയാണ്, സ്പർശനം കയ്യിന്റെ വ്യഭിചാരമാണ്, നിഷിദ്ധമായ ലക്ഷ്യത്തിലേക്ക് നടക്കുക അത് കാലിന്റെ ജാരപ്രവൃത്തിയാണ്, വ്യഭിചാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് പറയാനുള്ളത്, ഇതാണ് ഇസ്ലാമിന്റെ പറയാനുള്ളത്. പക്ഷെ ഇത് ആരോടാ പറയുക? ഇതാരോടാ പറയുക? ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെതാവട്ടെ, രാജ്യത്തിൻ്റെതാവട്ടെ, ലോകത്തിൻ്റെതാവട്ടെ, നിയന്ത്രണം ആരുടെ കയ്യില്? പാശ്ചാത്യ സംസ്കാരത്തെ വാരിപ്പുണർന്ന ഒരു വിഭാഗത്തിന്റെ കയ്യിൽ. എന്താ അവരുടെ മുഖമുദ്ര? അവരുടെ മുഖമുദ്ര ലൈംഗിക അരാജകത്വമാണ്, സ്വവർഗരതിയാണ്. സ്വവർഗരതി എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ കാസ്റ്റിംഗ് കൗച്ച് സിനിമാ കമ്പനിക്കാരായ മുതലാളിമാർ ഉപയോഗപ്പെടുത്തിയത് അവസരത്തിന് വേണ്ടി ആണുങ്ങളെയാ. അത് നമ്മൾ കേരളത്തിലും കഴിഞ്ഞ ദിവസം കേട്ടു. നഊദുബില്ല. ലൈംഗിക അരാജകത്വവും കാസ്റ്റിംഗ് കൗച്ചും സ്വവർഗരതിയും ലൈംഗിക അഴിഞ്ഞാട്ടവും മുഖമുദ്രയാക്കിയ ഒരു സമൂഹത്തോടാണ് ദീൻ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നമ്മൾ പറയേണ്ടത്. പറഞ്ഞാലോ സ്ത്രീപക്ഷത്ത് നിന്ന്, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സ്ത്രീപക്ഷത്ത് നിന്ന്, മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് നിന്ന് ഈ കാര്യം പറഞ്ഞാൽ ആ പറയുന്നവൻ പിന്നെ ഈ കാലത്ത് ഇവിടെ ജീവിക്കേണ്ടവനല്ല, അവൻ 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവനാണ്. അവൻ മതമൗലികവാദിയാണ്. അവന്റെ ഏർപ്പാടും പ്രചരണവും താലിബാനിസവുമാണ് എന്ന് പറയുന്ന ഒരു സമൂഹം ദുരാരോപണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഈ ആവർത്തനം, ഈ രീതി ഇவ்விധം തുടരുകയാണെങ്കിൽ സിനിമയിലെ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, മാന്യം മര്യാദയായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനും രക്ഷയുണ്ടാവില്ല എന്നതാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ളത്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവേ, ഏറെ ഭയപ്പെട്ട് സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ച് തഖ്വ ഉള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവെ കുറിച്ചുള്ള ബോധമാണ് എപ്പോഴും നമ്മെ നയിക്കേണ്ടത്. ഏത് സമയത്തും മരണത്തിന് കീഴടങ്ങേണ്ടവരാണ് നാം എന്ന ബോധ്യമാണ് നമ്മിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. പിശാച് നമ്മെ നശിപ്പിക്കാൻ, നീചപ്രവൃത്തികൾ, വൃത്തികേടുകൾ ചെയ്യിപ്പിക്കാൻ സദാസമയവും നമ്മോടൊപ്പമുണ്ട്. അവൻ്റെ പ്രലോഭനങ്ങളെ, കുതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നതാണ് സത്യവിശ്വാസികൾക്ക് ഏറ്റവും അഭികാമ്യം എന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആ പിശാചിൻ്റെ ദുർബോധനത്തിന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ, റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ. അല്ലാഹുവേ, പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന്, അവൻ്റെ ദുർബോധനങ്ങളിൽ നിന്ന് നിന്നോട് ഞങ്ങൾ അഭയം തേടുന്നു എന്ന പ്രാർത്ഥന നമ്മൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അല്ലാഹുവേ, ധാരാളമായി ഓർക്കുക, ദിക്ർ ചൊല്ലുക, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. നമസ്കാരം, അതിന് കൃത്യത ഉണ്ടാകണം. 5 വക്ത് ഞാൻ നമസ്കരിക്കുന്നു എന്ന്
ഓരോ വ്യക്തിയും ഉറപ്പ് വരുത്തണം എന്നല്ല, അത് ജമാഅത്തിലൂടെയാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഏതുമില്ലാത്ത സന്തോഷകരമായ ഒരു ജീവിതം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും നമ്മിൽ നിന്ന് വിട്ടു അള്ളാഹുവിലേക്ക് യാത്രയായി. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പലരും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി പോയവരുണ്ട്, സ്ട്രോക്ക് വന്നവരുണ്ട്, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്, മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഗുരുതരമായ രോഗം ബാധിച്ചവരുണ്ട്. ഓർക്കണം, അവരെയൊക്കെ അല്ലാഹുവേ അവരുടെ എല്ലാം രോഗങ്ങൾ നീ ശിഫിയാക്കണമേ റഹ്മാനെ. അവർ അകപ്പെട്ട വിപത്തിൽ നിന്ന് അവർക്ക് നീ മോചനവും രക്ഷയും സമാധാനവും ആരോഗ്യവും സന്തോഷകരമായ തിരിച്ചുവരവും നൽകണമേ റഹ്മാനെ. നമ്മോടൊപ്പമുണ്ടായ പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. എത്രയോ വർഷങ്ങൾ നമ്മോടൊപ്പം ഈ പള്ളിയിൽ ജുമായിൽ പങ്കെടുത്ത സഹോദരങ്ങൾ, അവരൊക്കെ ഇന്ന് ഖബറിലാണ്. നീ അവർക്ക് പുറത്തു കൊടുക്കണമേ റഹ്മാനെ. അവരുടെ സുഹൃത്തുക്കൾ നീ സ്വീകരിക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ അല്ലാഹ്. ഗുരുതരമായ രോഗങ്ങൾ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. താങ്ങാൻ കഴിയാത്തതൊന്നും ഞങ്ങൾക്ക് നീ നൽകല്ലേ റഹ്മാനെ. ഫലസ്തീനികൾക്ക് നീ രക്ഷ നൽകണമേ അല്ലാഹ്. പീഡിപ്പിക്കപ്പെടുന്ന, ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന, വംശഹത്യ നിർബാധം തുടരുന്ന ആ സമൂഹത്തിന് അല്ലാഹുവേ നീ സമാധാനവും രക്ഷയും നൽകണമേ റഹ്മാനെ. അവരിലെ രക്തസാക്ഷികൾക്ക് ഉന്നത പ്രതിഫലം നൽകണമേ അല്ലാഹ്. അപകടത്തിൽപ്പെട്ടവർക്ക് ശിഫ നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الإسلام والمسلمين. اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وآله وصحبه وسلم.